അപ്പോൾ റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ ആർ. അപ്പോൾ ആർ എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേഷനിലെ സിമ്പിളാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു സെറ്റ്. അപ്പോൾ ഏത് സെറ്റ് ഓഫ് എലമെൻസിലാണോ ഈ റിംഗിൽ ഓപ്പറേഷൻ നടക്കുന്നതാണ് ഫസ്റ്റ് സെറ്റിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ഓപ്പറേഷൻ. ഇപ്പോൾ ആർ എന്ന് റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആൾജിബ്രായിക് സ്ട്രക്ചർ വിത്ത് 2 ഓപ്പറേഷൻ. അപ്പോൾ ഈ 2 ഓപ്പറേഷൻസും ചെയ്യുന്ന ഏത് സെറ്റ് ഓഫ് എലമെൻസിലാണോ അതാണ് ഈ ഫസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഈ 2 ഓപ്പറേഷൻസ് പല സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ കുറേ കാരലോഗ്സാണ്. അപ്പോൾ ഇവിടെ റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ, അതായത് ഈ കാണുന്ന ഓപ്പറേഷൻ ഏതാണോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 5 പ്രോപ്പർട്ടീസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലോഷർ, അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഈ പറഞ്ഞ 5 പ്രോപ്പർട്ടി നമ്മൾ ഗ്രൂപ്പിൻ്റെ കേസിലും പറഞ്ഞതാണ്. ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഓപ്പറേഷൻ ഈ സെറ്റ് ഓഫ് എലമെൻറ്റ്സിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ആ സെറ്റിൽ തന്നെ മെമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ നമുക്കറിയാം അസോസിയേറ്റിവിറ്റിയുടെയും കമ്മ്യൂട്ടേറ്റിവിറ്റിയുടെയും പ്രോപ്പർട്ടീസ്, അതുപോലെ ഐഡൻറ്റിറ്റി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം. ഇതുപോലെ സെക്കൻഡ് ഓപ്പറേഷൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെക്കൻഡ് ഓപ്പറേഷൻ 2 പ്രോപ്പർട്ടീസാണ് മെയിനായിട്ടും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അതായത് 1, 2 പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് ക്ലോഷർ ആൻഡ് അസോസിയേറ്റിവിറ്റി. അപ്പോൾ ഈ 2 ഫസ്റ്റ് ഓപ്പറേഷൻ ഈ 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുക, സെക്കൻഡ് ഓപ്പറേഷൻ ഫസ്റ്റ് 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുക. അത് മാത്രമല്ല സെക്കൻഡ് ഓപ്പറേഷൻ അഡീഷണൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്പറേഷൻ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്ന ഏത് ഓപ്പറേഷനാണോ അത് ഫസ്റ്റിൻ്റെ മുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റണം. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു റിംഗ് എന്ന് പറയാം. അപ്പോൾ ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, 2 ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 5 പ്രോപ്പർട്ടീസാണ് ഈ കാണുന്നത്. അതുപോലെ സെക്കൻഡ് ഓപ്പറേഷൻ നമ്മളെ ഫസ്റ്റ് 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതിയായിരിക്കും. അത് മാത്രമല്ല സെക്കൻഡ് ഓപ്പറേഷൻ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഫസ്റ്റ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഈ ഡെഫിനിഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എ ബി സി 3 എലമെൻറ്റ്സ് ആണ് നമ്മളുടെ ഈ സെറ്റിലെ മെമ്പേഴ്സ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സെക്കൻഡ് ഓപ്പറേഷനാണ്, ഇത് നമ്മളുടെ ഫസ്റ്റ് ഓപ്പറേഷനാണ്. സോ സെക്കൻഡ് ഓപ്പറേഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഫസ്റ്റ്. അപ്പോൾ എ ഓപ്പറേഷൻ ബി ഓപ്പറേഷൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ഓപ്പറേഷൻ ബി ഫസ്റ്റ് ഓപ്പറേഷൻ എ ഓപ്പറേഷൻ സി, അതാണ് എഴുതിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ നേരെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ പറഞ്ഞ പ്രോപ്പർട്ടീസിൽ ക്ലോഷറും അസോസിയേറ്റിവിറ്റിയും മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി കൂടി അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയിങ്ങനെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയും. സോ റിംഗ് ഇൻ വിച്ച് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടീസ് ഓൾസോ സാറ്റിസ്ഫൈഡ് ഫോർ സെക്കൻഡ് ഓപ്പറേഷൻ. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്പറേഷന് കമ്മ്യൂട്ടേറ്റിവിറ്റിയുടെ പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയും. അപ്പോൾ ഈ പെയറിൽ ഓഫ് 2 ഓപ്പറേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ആയിരിക്കാം. സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ എ സിംഗിൾ ഓപ്പറേഷൻ സച്ച് ആസ് മൾട്ടിപ്ലിക്കേഷൻ ബട്ട് നോട്ട് ഡിവിഷൻ. ഡിവിഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിഷൻ്റെ റിസൾട്ട് നമുക്ക് ഈ സെറ്റിലെ എലമെൻ്റ് ആയിട്ട് അല്ല മെമ്പേഴ്സായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഡിവിഷനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം കൂടി ഒന്നിച്ച് ഡിസ്റ്റോർട്ട് ചെയ്ത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമുക്കിവിടെ കാണിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിട്ടുള്ളത്, സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്, എ ബി സി എക്സെട്ര അപ് ടു എനി നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റ്. അതിൽ ചെയ്യുന്ന 2 ഓപ്പറേഷൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഈ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ക്ലോഷർ, അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ഇൻവേഴ്സ്. അതുപോലെ നമ്മൾ സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 2 പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ഒന്ന് ക്ലോഷറും ഒന്ന് അസോസിയേറ്റിവിറ്റിയും. ഇനി അഡീഷണലായിട്ട് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഓൾസോ സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി ഓഫ് കമ്മ്യൂട്ടേറ്റിവിറ്റി. അപ്പോൾ റിംഗ് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് വിത്ത് 2 ഓപ്പറേഷൻസ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെറ്റ് എന്ന് നമുക്കറിയാം സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ എലമെൻറ്റ്സ് ഇൻകോപ്പറേറ്റഡ് ആണ് ഈ സെറ്റ് എന്ന് പറഞ്ഞ സെറ്റ്. ഇനി ആ സെറ്റിൽ നമ്മൾ ചെയ്യുന്ന 2 ഓപ്പറേഷൻസ്, ഒന്ന് അഡീഷനും ഒന്ന് മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണത് ഓരോ ഓപ്പറേഷനും എടുക്കുക, ഈ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്ന പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഈ ഫസ്റ്റ് ഓപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ അഡീഷനാണ്. അപ്പോൾ അഡീഷൻ്റെ കേസിൽ നമുക്കറിയാം ഈ 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആ സെറ്റിലെ 2 എലമെൻറ്റ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അതിൽ തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ക്ലോഷർ പറയാം. അതുപോലെ അസോസിയേറ്റിവിറ്റി നമുക്ക് 3 എലമെൻറ്റ്സ് എടുത്ത് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി അല്ലെങ്കിൽ ഈ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അപ്പോൾ അവിടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റിവിറ്റി എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. അപ്പോൾ ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അഡീഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മളുടെ 5 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യും. ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ 3 പ്രോപ്പർട്ടീസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ഒന്ന് ക്ലോഷർ, പിന്നെ ഒന്ന് അസോസിയേറ്റിവിറ്റി, പിന്നെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയതുകൊണ്ട് കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ക്ലോഷർ നമുക്കറിയാം ഈ സെഡ് എന്ന് പറഞ്ഞ സെറ്റ്, അതായത് -∞ മുതൽ +∞ വരെയുള്ള സെറ്റ് ഓഫ് എലമെൻറ്റ്സ് എടുത്ത് അത് നമ്മൾ 2 മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് അഗെയിൻ ടു ബി മെമ്പർ ഓഫ് ദ സെയിം സെറ്റ്. അപ്പോൾ ക്ലോഷർ സാറ്റിസ്ഫൈഡ് ആണ്.
ഇനി അസോസിയേറ്റഡ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി അല്ലെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈഡ് ആവും. ഇനി കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ ആ 3 പ്രോപ്പർട്ടി അതവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഇനി അത് കൂടാണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് ഓപ്പറേഷൻ ഓവർ ഫസ്റ്റ് ആ ഒരു പ്രോപ്പർട്ടി കൂടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓൾസോ ഡിസ്ട്രിബ്യൂട്ട്സ് ഓവർ അഡീഷൻ. അപ്പോൾ ഇപ്പോൾ എ സ്റ്റാർ ബി പ്ലസ് സി നമുക്ക് ചെയ്യാവുമ്പോൾ എ സ്റ്റാർ ബി പ്ലസ് എ സ്റ്റാർ സി നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷനിൽ നമ്മൾ ഈ റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഓപ്പറേഷൻസ് ആണ്, ഒന്ന് അഡീഷനും ഒന്ന് മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ ഡിവിഷൻ സ്ട്രക്ചറിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റിലെ എലമെൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ക്ലോഷറിൻ്റെ പ്രോപ്പർട്ടി തന്നെ അവിടെ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലാണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡിവിഷൻ ഓപ്പറേഷൻ ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടില്ലാക്കി. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ റിംഗ്. ഇതാണ് ഇപ്പോൾ റിംഗ് എന്ന് പറഞ്ഞാൽ 3 എലമെൻറ്റ്സ് വരും. ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ്, പിന്നെ സെക്കൻഡും തേർഡും വരുന്ന 2 ഓപ്പറേഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ 2 ഓപ്പറേഷൻസ് നമ്മൾ ഇതുവരെ പറഞ്ഞ രീതിയിലുള്ള പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുക കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയാം. മോഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിംഗ്. റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ബേസിക്സ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ റിംഗിൻ്റെ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണെന്നാണ് നെക്സ്റ്റ്. അപ്പോൾ ലെറ്റ് ആർ ബി എ റിംഗ്. അപ്പോൾ ആർ എന്ന് പറഞ്ഞൊരു റിംഗ്. ഇനി ഈ എ എന്ന് പറഞ്ഞ സ്മോൾ എ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റിംഗിലെ ഓരോ എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആർ ഒരു റിംഗ് ആണെന്ന് പറഞ്ഞു, എ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റ്സ്. ഇനി നമ്മളൊരു ഇൻറ്റിജർ വാല്യൂ എൻ കൺസിഡർ ചെയ്യാം. ഈ എൻ ഉപയോഗിച്ച് നമ്മൾ ഈ റിംഗിലെ ഓരോ എലമെൻറ്റ്സിലും ഈ ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നു. എൻ എ എന്ന് പറഞ്ഞ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഈ എന്നെ കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ ടൈംസ് എന്നാണ് നമ്മളിവിടെ കാണുന്നതെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ എക്സെട്ര അപ് ടു എ എൻ ടൈംസ്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ n = 6 ആണെന്നുണ്ടെങ്കിൽ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് 6 ടൈംസ്, n = 4 ആണെങ്കിൽ എ പ്ലസ് എ 4 ടൈംസ്, അങ്ങനെ. അപ്പോൾ ഒരു ഇൻറ്റിജർ n നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ n ഉപയോഗിച്ച് നമ്മൾ റിങ്ങിലെ ഓരോ എലമെൻറ്റ്സിലും ഈ n എ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇനി ഈ എന്നയുടെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 കിട്ടുന്ന കേസിൽ ഏതെല്ലാം വാല്യൂസിന് 0 കിട്ടുമെന്ന് നോക്കാം. ഇനി അതിൽ എന്നിന് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഏത് വാല്യൂ കൊടുത്താൽ റിങ്ങിലെ എല്ലാ എലമെൻറ്റ്സിനും n=0 കിട്ടുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്നിന് ഏത് സ്മോളസ്റ്റ് വാല്യൂ കൊടുത്താലാണ് n=0 കിട്ടുക ഫോർ ഓൾ എ എലമെൻറ്റ്സ് ഓഫ് ആർ. അപ്പോൾ റിങ്ങിലെ എല്ലാ എലമെൻറ്റ്സും കൺസിഡർ ചെയ്തിട്ട് ഓരോന്നിനും നമ്മൾ ചെയ്യുന്നു, എന്നയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് 0 കിട്ടുകയാണ് ഫോർ എ പർട്ടിക്കുലർ n. അപ്പോൾ ആ n, അതായത് ആ സ്മോളസ്റ്റ് വാല്യൂ ഏതാണ് എന്നിന് വേണ്ടി കിട്ടാവുന്നത് അല്ലെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ആ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ ആയിട്ടുള്ള എന്നിനെയാണ് നമ്മൾ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 0 ആയിരിക്കും. ഇനി നമുക്കൊരു എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് n ആയിരിക്കും. എക്സാമ്പിൾ കാണുമ്പോൾ കുറേ കൂടി ക്ലിയർ ആവും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇസഡ് റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. Z6 എന്ന് പറഞ്ഞ സെറ്റ്, പിന്നെ 2 ഓപ്പറേഷൻസ് പ്ലസും ഇതും. ഇനി Z6 എന്ന് പറഞ്ഞ സെറ്റിൽ നമുക്കറിയാം എലമെൻറ്റ്സ് 0 to n-1 ആണ് വരിക. അതായത് 0 മുതൽ 6-1 എന്ന് പറയുമ്പോൾ 5 വരെ, 0 1 2 3 4 5. ഇപ്പോൾ ഇവിടെ നമ്മൾ NA കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് 0 കിട്ടുന്ന എല്ലാ എലമെൻറ്റ്സിനും എല്ലാ എയ്ക്കും, അതായത് 0 മുതൽ 5 വരെ എല്ലാത്തിനും NA=0 കിട്ടാൻ ഏത് എന്നാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 5ൻ്റെ കേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 5 + 5 + 5 + 6 ടൈംസ്. അപ്പോൾ ഇതിൽ 5 ഓരോന്നോരോന്ന് കൂട്ടി നോക്കുക. അപ്പോൾ 5 ആണെങ്കിൽ 5 mod 6 നമുക്ക് 0 കിട്ടില്ല. 5 + 5 ആകുമ്പോൾ 10 mod 6, അവിടെ നമുക്ക് 0 കിട്ടില്ല. 15 mod 6 കിട്ടില്ല, 20 mod 6 കിട്ടില്ല, 25 mod 6 കിട്ടില്ല. പിന്നെ നെക്സ്റ്റ് പോയി 30 mod 6. 30 mod 6 ആകുമ്പോൾ എന്ത് കിട്ടും? 6 ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ വിൽ ബി 0. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 mod 6. അപ്പോൾ ഇവിടെ നമുക്ക് 5നെ നമ്മൾ 6 ടൈംസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അതായത് n=6 ഇൻ ദിസ് പർട്ടിക്കുലർ കേസ്. ഇനി ഈ n നമുക്ക് 6 ആയിട്ട് കൺസിഡർ റിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 6 ഉപയോഗിച്ച് ബാക്കി എല്ലാ എലമെൻറ്റ്സിനും നമുക്ക് ഇതേപോലെ തന്നെ കിട്ടണം, 0 കിട്ടണം, n=0 കിട്ടണം. എന്നാൽ മാത്രം നമുക്ക് അതിനെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ 2 നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 വരുമ്പോൾ 2 mod 6 നമുക്ക് 0 കിട്ടില്ല. 2 + 2 ആകുമ്പോൾ 4 mod 6 കിട്ടില്ല. ഒരു +2 വരുമ്പോൾ 6 ആകുമ്പോൾ 6 mod 6, അവിടെ നമുക്ക് 0 കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ 3 ടൈംസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഈ നെക്സ്റ്റ് 3 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 + 3 ആകുമ്പോൾ തന്നെ എന്തായി? 6 mod 6 ആയി. 6 mod 6 എന്ന് പറഞ്ഞാൽ 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ 0 mod 6. അവിടെ നമ്മൾ 2 ടൈംസേ യൂസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ടൈം നമ്മൾ 4 കൺസിഡർ ചെയ്യുമ്പോൾ 4 + 4 + 4. ആദ്യം 4 ആകുമ്പോൾ 0 ആവില്ല, 4 mod 6 എന്ന് കിട്ടുള്ളൂ. ഇനി 4 + 4 ആകുമ്പോൾ എന്തായി? 8 mod 6 എന്ന് പറയുമ്പോൾ നമുക്ക് 2 mod 6 കിട്ടുള്ളൂ, 0 കിട്ടില്ല. ഇനി 3 4 ആകുമ്പോൾ 12 mod 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 mod 6. അവിടെ നമ്മൾ 3 ടൈംസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
നെക്സ്റ്റ് 1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 നമുക്ക് 6 പ്രാവശ്യം കൂട്ടണം. 1 ഇവിടെ നമുക്ക് 2 ആവുള്ളൂ, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6. അപ്പോൾ 6 mod 6 ആകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 mod 6, ദാറ്റ് ഈസ് 6 ടൈംസ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 5ൻ്റെ കേസിലും 1ൻ്റെ കേസിലും നമുക്ക് 6 ടൈംസ് യൂസ് ചെയ്ത കേസിൽ മാത്രമാണ് നമുക്ക് NA ഈക്വൽ ടു 0 കിട്ടിയത്. ഇനി ബാക്കിയുള്ള കേസിലൊക്കെ നമുക്ക് 3, 2, 3 എന്നാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഇൻറ്റിജർ വാല്യൂ ആണ്. ഇനി ആ ഇൻറ്റിജർ വാല്യൂ ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റിജർ വാല്യൂ പോസിബിൾ സച്ച് ദാറ്റ് NA ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് രണ്ടിനും 6 പോസിബിൾ ആണെങ്കിൽ ബാക്കി 3നും 6 പോസിബിൾ ആണോ, 6 കൊണ്ട് NA ഈക്വൽ ടു 0 കിട്ടുമോ എന്നാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ 2ൻ്റെ കേസിൽ നമ്മൾ 6 കൺസിഡർ ചെയ്യാമെന്ന് വെച്ചോ. 2 + 2 + 2 + 2 + അങ്ങനെ 6 ടൈംസ്. ഇവിടെ ഇപ്പോൾ 4 ആയി, 6 ആയി, 8 ആയി, 10 ആയി, 12 ആയി. സോ 12 mod 6 എന്ന് പറയുമ്പോൾ എന്തായി, 0 mod 6 നമുക്ക് കിട്ടി. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ റിമൈൻഡർ ഈക്വൽ ടു 0. ഇനി അതുപോലെ നെക്സ്റ്റ് 3യുടെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. 3ക്കും 6 തന്നെ കൺസിഡർ ചെയ്ത് നോക്കുക. 3 + 3 + 6 ടൈംസ്. ഇവിടെ 6 ആയി, 9 ആയി, 12 ആയി, 15 ആയി, 18 ആയി. സോ 18 mod 6 എന്ന് പറയുമ്പോൾ എന്തായി, ദാറ്റ് ഈസ് അഗെയിൻ കോൺഗ്രുവൻ്റ് ടു 0 mod 6. 18 ഡിവൈഡ് ബൈ 6 നമുക്കറിയാം 3 ആണ്, റിമൈൻഡർ 0. നെക്സ്റ്റ് നമ്മൾ 4 കൺസിഡർ ചെയ്യുന്നു. 4ൻ്റെ കേസിലും 6 പ്രാവശ്യം. സോ 4 × 6 എത്ര കിട്ടി നമുക്ക്, 24 mod 6. സോ 6 4 24 ആണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ കോൺഗ്രുവൻ്റ് ടു 0 mod 6. അപ്പോൾ 6 ടൈംസ് നമ്മൾ കൺസിഡർ ചെയ്ത്, അപ്പോൾ 1ന് നമുക്ക് ഓൾറെഡി 0 കിട്ടി. ഇവിടെ 2നും 3ക്കും 4നും 6 ടൈംസ് കൺസിഡർ ചെയ്തപ്പോൾ 0 കിട്ടി. 5നും നമുക്ക് 6 ടൈംസ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, റിങ്ങിലെ എല്ലാ എലമെൻസിനും n ഈക്വൽ ടു 6 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, NA ഈക്വൽ ടു 0 കിട്ടി. ഇനി അതിലും താഴെയുള്ളൊരു വാല്യൂ നമ്മൾ n-ന് കൊടുത്താൽ ഒരിക്കലും നമ്മൾ എല്ലാത്തിൻ്റെയും കേസിൽ NA ഈക്വൽ ടു 0 കിട്ടില്ല. അപ്പോൾ ഈ n-ന് വേണ്ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് ഇൻറ്റിജർ പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ സച്ച് ദാറ്റ് NA ഈക്വൽ ടു 0 ആയിട്ടുള്ളത് നമുക്കിവിടെ കിട്ടിയത് മാത്രമാണ് 6 ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് എല്ലാ എലമെൻസിൻ്റെ കേസിലും നമുക്ക് NA ഈക്വൽ ടു 0 കിട്ടിയത്. സോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ റിംഗ് ഈസ് equal to 6.